അപ്പൊ ചെങ്ങായിമാർ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ച് മദ്രസക്ക് പോയി ചായ കുടിച്ചിരിക്കുമ്പോൾ സുലൈമൊക്കെ പറഞ്ഞ് നമുക്ക് മീൻ വാങ്ങാൻ പോകാനുണ്ട്, അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിട്ട് ടൗണിക്ക് കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിട്ട് അവിടെ ബൂത്ത് കയറ്റി വണ്ടി പാർക്കിന് ഫീസാണ്ട് ഇട്ട് പണ്ടൊക്കെ നമ്മളെ പാർക്കിംഗ് ഫീസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർക്കിംഗ് ഫീസ് ചിലപ്പോൾ രണ്ടാൾ മൂന്നാൾക്കാരൊക്കെ പോയി. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം കേണ വേറെ മറ്റൊരാൾക്ക് ഇടയുന്നു. ഇപ്പം അങ്ങനെ നടക്കൂലാട്ടോ. വണ്ടിന്റെ നമ്പർ അടിച്ചാൽ മാത്രം നമുക്ക് പാർക്കിംഗ് ഫീസ് ഓപ്പൺ ആവുള്ളൂ. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുലൈമാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലേ കണ്ടിട്ടുള്ളൂ. പിന്നെ 2 ബോക്സ് ആയിട്ട് നമ്മളെ ബായ് ഇങ്ങനെ നടന്നു വരും. വല്ലാത്ത അമ്പടി ചിഞ്ചുണ്ടാക്കടി. അങ്ങനെ നേരെ വിട്ട് അടുക്കള പോയിന്റെ ശേഷം ഒരു ബോണ്ട് ഒരു ചായയും അത് മസ്റ്റായിട്ട് ടൗണിൽ പോയി കഴിഞ്ഞാൽ നേരെ വിട്ടിട്ട് നമ്മളെ വീട്ടിൽ കഴിഞ്ഞ ശേഷം അവിടെ സാധനമൊക്കെ ഇറക്കിന്റെ ശേഷം മാമ വിളിച്ചിട്ട് പറഞ്ഞ് റോബ് വാങ്ങി കൊണ്ടാണ് നേരെ വിട്ട് ജമിയെ പോയി വന്നതിന് ശേഷം ഫുഡ് കഴിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ വിട്ട് മദ്രസയ്ക്ക് ഇട്ടാ. മദ്രസ കഴിഞ്ഞ് വന്നിട്ട് നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം നേരെ വിട്ട് കൊടുക്കുന്ന അൽഫ് മാളിൽ എവിടെ എത്തിയപ്പോഴാണ് നമ്മൾ തോന്നിയത് നമ്മളെ ചെങ്ങായി ഇങ്ങോട്ട് മാറിയിട്ടുണ്ടല്ലോ. നേരെ നമ്മളെ നവാസ് അങ്ങോട്ട് പറഞ്ഞേക്കാൻ അതിന്റെ ഉള്ളിലേക്കാണ് കയറുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ സാധനം വാങ്ങാനുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ലുലുക്കാണ്ട് വിട്ട് ലുലുക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ തിരിഞ്ഞടക്കുമ്പോഴുള്ള മറ്റാളുടെ ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുകയാണ്. അമ്പടി ചിഞ്ചുണ്ടാക്കിയിട്ട് അവൻ കട അവൻ്റെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ സൈക്കിളേറ്റ് അൽഫുമാളിൻ്റെ ഉള്ളിൽ ലുലുലില്ലട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ട് കുവൈത്താത്ത ലുലു പോയതിന് ശേഷം അവിടുന്ന് സാധനം വാങ്ങിയതിൻ്റെ ശേഷം നേരെ വീട്ടിൽ പോകുമ്പോൾ കുബൂസ് വാങ്ങിയതിൻ്റെ ശേഷം നേരെ വീട്ടിൽ വിട്ടു. അപ്പോൾ അത്ര കൂടി അടുത്ത വീട്ടിൽ കത്ത് ബൈ.